നമസ്കാരം. പുതിയൊരു വാരത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2026 ജൂലൈ 13 മുതൽ 19 വരെയുള്ള ഈ ആഴ്ചയിലെ 27 നക്ഷത്രക്കാരെയും കാത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്നും വിശ്വാസപരമായ ജ്യോതിഷ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കാം. തൊഴിൽ, സാമ്പത്തികം, ആരോഗ്യം, കുടുംബജീവിതം, വിദ്യാഭ്യാസം, യാത്ര, ആത്മീയത തുടങ്ങിയ വിവിധ മേഖലകളിൽ ഓരോ നക്ഷത്രക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വാരഫലത്തിൽ പറയുന്നത്. ആദ്യം നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക എന്നിവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള ഒരാഴ്ചക്കാലമാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. ഏറെ നാളായി മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ മുന്നോട്ടു പോകാം. തൊഴിൽ മേഖലയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. കുടുംബാംഗങ്ങളുടെ പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായകരമാകും. രോഹിണി, മകയിരം, തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചേക്കാം. ജോലിയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്ന ഒരു കാലമാണിത്. ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ അശ്രദ്ധ പോലും ഒഴിവാക്കുന്നത് നല്ലതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ സ്ഥിരത പാലിച്ചാൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പുണർതം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് കുടുംബ സന്തോഷത്തിനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അനുയോജ്യമായ സമയമാണ്. സാമ്പത്തികമായി ചെലവുകൾ നിയന്ത്രിക്കുന്നത് ഗുണം ചെയ്യും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് വേണ്ടത്ര ആലോചന നടത്തുക. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് മനസ്സിന് സമാധാനം നൽകും. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാം. അധികാരികളിൽ നിന്ന് അനുകൂല സമീപനം പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൽ ചെറിയ ക്ഷീണം അനുഭവപ്പെട്ടാൽ വിശ്രമത്തിന് പ്രാധാന്യം നൽകാൻ ശ്രദ്ധിക്കുക. അത്തം, ചിത്തിര, ചോതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച മിശ്ര ഫലങ്ങളാണ് കാണുന്നത്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ പരിചയസമ്പന്നരുടെ ഉപദേശം തേടുന്നത് വളരെ നല്ലതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും തുറന്ന ആശയവിനിമയവും കൂടുതൽ ഗുണം ചെയ്യും. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരാഴ്ചയാണ് ഇനി കടന്നു വരാൻ പോകുന്നത്. ജോലി സംബന്ധമായ യാത്രകൾ ഫലപ്രദമാകാം. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ കൂടുതൽ തയ്യാറെടുപ്പ് ആവശ്യമായിട്ട് വരും. ദൈവവിശ്വാസവും പോസിറ്റീവ് ചിന്തകളും ആത്മബലം വർദ്ധിപ്പിക്കാൻ സഹായകരമാകും. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി പ്രതീക്ഷിക്കാം. കുടിശ്ശികയായി ലഭിക്കുവാനുള്ള തുക ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും സമാധാനപരമായ സമീപനം സ്വീകരിച്ചാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ആരോഗ്യ കാര്യങ്ങളിൽ ഭക്ഷണക്രമം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. തിരുവോണം, അവിട്ടം, ചതയം നക്ഷത്രക്കാർക്ക് പുതിയ പരിചയങ്ങളും അവസരങ്ങളും ലഭിക്കാം. തൊഴിൽ മേഖലയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. ആത്മീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ശുഭകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ഐക്യം വർദ്ധിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. യാത്രകൾക്ക് സാധ്യതയുണ്ടെങ്കിലും ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുക. ഭാവിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസം വർദ്ധിക്കുന്ന അനുഭവങ്ങൾ ലഭിക്കാം. ഇത് വിശ്വാസപരമായ ജ്യോതിഷ വ്യാഖ്യാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പൊതുവായ വാരഫലമാണ്. ഓരോരുത്തരുടെയും വ്യക്തിഗത സാഹചര്യങ്ങൾക്കും ജാതക ഘടകങ്ങൾക്കും അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ അനുഭവപ്പെടാം. ഈ ആഴ്ച എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും നല്ല അനുഭവങ്ങളും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രം കമന്റിലൂടെ അറിയിക്കുക. ഇത്തരത്തിലുള്ള വാരഫലങ്ങളും ആത്മീയ വിശ്വാസങ്ങളെയും കുറിച്ചുള്ള വീഡിയോകൾക്കായി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.